Good morning. Good morning, ma'am. Morning, ma'am. Good morning, all. Prayer ആരാണ്? ഞാനാണ് സർ. പറഞ്ഞോടാ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. സൈൻ ആരാണ്? ഞാനാണ് മാം, സിനി. പറഞ്ഞോടാ. Good morning all and welcome Abarna ma'am and all my dear friends. I hope all are fine. I am also fine. Today I say one of the quote of Dr. APJ Abdul Kalam. Time is like a river. You cannot touch the same water twice because the flow that has passed will never pass again. Enjoy every moment of your life. Signed by Sini from Thrissur. Thank you. Thought of the day. Thought of the day prepare ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രസന്റ് ഒക്കുന്നെങ്കിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പ്രിപ്പയർ ചെയ്തോ നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? യെസ് മാം. ഓരോരുത്തരും പേര് മെസ്സേജ് അയക്കണം കേട്ടോ, നിങ്ങളുടെ പേര്. ഞാൻ ആ പേരനുസരിച്ച് വിളിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും കേട്ടോ. ആരും മെസ്സേജസ് റോഷ്നി, ഫസ്റ്റ് റോഷ്നി കേട്ടോ. നമുക്ക് റോഷ്നിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാം കേട്ടോ. പ്രസന്റ് ചെയ്തോടാ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ലോഗൗട്ട് ആയി പോയോ? കട്ടായി പോയായിരുന്നു. ഓക്കേടാ. ശരി. റൊട്ടേറ്റ്. ശരി. മാം ഓരോന്നെടുത്ത് കാണിക്കണോ? ഏകദേശം ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിച്ചാൽ മതി, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, വേണ്ട ഇത് ഐറ്റംസ് കാണുന്നുണ്ടോ? കാണാടാ, പറഞ്ഞോ. ഇതാ ബോക്സ്. ഇത് കോട്ടൺ ഉണ്ട്, പിന്നെ ബെറ്റാഡിയൻ ഒരു 2 ടൈപ്പ് ഉണ്ട്, പിന്നെ സർജിക്കൽ മില്ല് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കോട്ടൺ, പിന്നെ ഒട്രീവൽ ഉണ്ട്, പിന്നെ ബ്ലേഡ് ഉണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട ടൈഗർ ബാമും വിക്കും, പിന്നെ ഒരു പാരസെറ്റാമോളും ഉണ്ട്,
പിന്നെ നമ്മുടെ പൊള്ളലിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൻമെന്റ് ഉണ്ട്. പിന്നെ ഒരു ഇതാണ്ട് ഇങ്ങനത്തെ ഒരു സാധനം, ഇതിന്റെ പേര് എനിക്കറിയത്തില്ല. ഓക്കേടാ. പിന്നെ ഡെറ്റോളും ബാൻഡേജും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നി, ഞാൻ അങ്ങ് മറന്നുപോയി, ഇന്ന് രാവിലെ ഓർത്ത്. ഓക്കെ, അത് ആഡ് ഓൺ ആക്കിയാൽ മതി ട്ടോ, വാങ്ങിച്ചിട്ട് അതിന്റെ ഒപ്പം വെക്കണം കേട്ടോ. ഓക്കെ, നല്ലതാണ് കേട്ടോ. ജീന യെസ് മാം. പ്രസന്റ് ചെയ്തോട്ടാ, പിൻ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് പ്രസന്റ് ചെയ്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ. ടോപ്പിലായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്, പ്രൊട്ടക്ഷൻ. ഓക്കെ, മ്യൂട്ടാണ് കേട്ടോ, പറയണതൊന്നും കേൾക്കാനുള്ള. ഓക്കെ, ഓക്കെ മാം. കോട്ടൺ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ മുറിവ് കെട്ടാനുള്ള ബാൻഡേജ് പോലത്തെ സാധനം, പിന്നെ ബാൻഡേജ്, പിന്നെ വിക്സ്, നേസൽ ഡ്രോപ്സ്, ഓയിൽമെന്റ് മുറിവിന്റെ, പിന്നെ ഡെറ്റോള്, പിന്നെ കുഞ്ഞിപ്പിള്ളേർ ഇവിടെ ഉള്ളത് കാരണം ചുമയുടെ വരുന്നുണ്ട്, പാരസെറ്റമോള്, പിന്നെ കലാമിൻ ലോഷൻ, ചുമയുടെ സിറപ്പ്, പിന്നെ കാൽപോള്, സ്ട്രെപ്സിസ്. ഇത്രയാണ് മാം എന്റെ ബോക്സിലുള്ള. ഓക്കേടാ. ബാക്കിയുള്ളവരൊന്നും ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട് മാം. അമൃത, ബാക്കിയുള്ള പേരയച്ച് ഓർഡറിൽ വിളിക്കണ്ടേ? അമൃതനെ ഞാൻ പിൻ ചെയ്തു കേട്ടോ, ഫസ്റ്റ് ബോക്സ്. ഓക്കെ മാം. എൻ്റെ ഇതിലൊരു മെഡിക്കൽ ഷോപ്പ് കൂടുതലുണ്ടാവും, മക്കളുള്ളത് കൊണ്ട്. വിക്സ് ഉണ്ട് മാം, പിന്നെ ഒരു ORS ഉണ്ട്, ഒരു ക്രാക്ക് ഹീലുള്ള ഒരു ഓയിൽമെന്റ്, പിന്നെ ഒട്രിവിൻ, പിന്നെ ഒരു വാസ്ലിൻ ഉണ്ട്. ഇത് ഗ്യാസ്ട്രിക്കിനുള്ള ആയുർവേദിക് ഒരു ടാബ്ലറ്റ് ആണ്. പിന്നെ മക്കളൊരു മാവയുള്ളത് കൊണ്ട് ഒരു എമിസെറ്റ് ഉണ്ട്, പിന്നെ ഒരു ചുമയുടെ സിറപ്പ്, പിന്നെ ഒരു അയഡക്സ് ഉണ്ട്. ഇത് നമുക്ക് നെബുലൈസ് ചെയ്യാനുള്ളത്, നെബുലൈസ് ചെയ്യുമ്പോൾ ഒഴിക്കുന്നൊരു ഇതാണ്. പിന്നെ ഒരു പാരസെറ്റമോള്, ഇത് വാവേണ്ട സിറപ്പാണ്, പാരസെറ്റമോൾ തന്നെ. ഇത് കുട്ടികളെ. ഓക്കെ, പിന്നെ ഒരു മൂവിന്റെ ഒരു സ്പ്രേ ഉണ്ട്, പിന്നെ ബാൻഡേഡ്. ഇത് ഒരു മൗത്ത് അൾസറിന്റെ ക്രീമാണ്, ഹസ്ബൻഡിന് എപ്പോഴും ആവശ്യമായിട്ട് വരും. ഇതൊരു സിനറസ്റ്റ്, കുട്ടികൾക്ക് കോൾഡ് വരുമ്പോ കൊടുക്കുന്ന. ഇതൊരു ഐ ഡ്രോപ്സ് ആണ്. ബാക്കി പാരസെറ്റമോളിൽ ഡോളോ ഒക്കെയാണ് മാം, അത്രയേ ഉള്ളൂ. ഓക്കേടാ. വന്ദന, മ്യൂട്ടാണ്ടാടാ. ഗ്ലൗസ് ഉണ്ട്, പിന്നെ മുറിവിനൊക്കെ ഇതാക്കാൻ കഴുകാൻ വേണ്ടിയിട്ടുള്ള സോഡിയം ക്ലോറൈഡിന്റെ. കാണാമോ മിസ്സേ? പിന്നെ മോനുള്ളത് കൊണ്ട് പാരസെറ്റാമോള്, പിന്നെന്താ ഒരു വൈറ്റമിൻ ഉണ്ട്, പിന്നെ മൂവിന്റെ സ്പ്രേ, പിന്നെ കലാമിൻ ലോഷൻ, പിന്നെ കൊതുകിന്റെ അലർജിക്ക് ഇടുന്നതാ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാ.
പിന്നെ കോട്ടൺ ഉണ്ട്. പിന്നെ വിക്സ്, ഒരു സിസർ ഉണ്ട്, പിന്നെ ബെറ്റാഡിൻ, പിന്നെ മറ്റേ കാർമിസൈഡ് സിറപ്പ്. ഓക്കേടാ, നൈസാണ്. അടുത്തത് ഗ്രീഷ്മ അല്ലേ? യെസ് മാം. പ്രസന്റ് ചെയ്തോടാ. കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ റൊട്ടേറ്റ്. ജനലിന്റെ വെട്ടം കാരണം ചിലപ്പോ കാണൂല. ഇപ്പൊ കാണാവോ? മോനെ കാണാം. ക്യാമറ റൊട്ടേറ്റ് ചെയ്തോടാം. കാണാവോ? കാണാം കേട്ടോ. ഇതിപ്പോ ഒരു ഇങ്ങനെ നമുക്ക് അലർജി വരൂലേ, ചൊറിച്ചിലൊക്കെ വരുമ്പോ പുരട്ടുന്ന ഒരു ഓയിന്റ്മെന്റ് ആണ്. പിന്നെ ഇത് ബെറ്റാഡിൻ, നമ്മുടെ മുറിവിന് പറ്റുന്നത്. പിന്നെ ഇത് കോട്ടന. പിന്നെ റോളർ ബാൻഡേജ് ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇത് ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ബാൻഡേജ് സാധാരണ നോർമല്. പിന്നെ ഇത് കുട്ടികളുള്ളതുകൊണ്ടേ ഈ ജലദോഷം വരുമ്പോ കൊടുക്കുന്നതാ സിട്രസിൻ സിറപ്പ്. പിന്നെ അമൃതാഞ്ജൻ ഉണ്ട്. പിന്നെ വാസ്ലിൻ ഞാൻ വേറൊരു ഇതിലെടുത്ത് വെച്ചതാ, തീരാറായി ഇതിപ്പോ ഉപയോഗിച്ച്. വാസ്ലിൻ ഉണ്ട്. ഇത് ശരീരം വേദനയ്ക്ക് കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. പിന്നെ ഇത് ഡോളോ, തീരാറായി. പാരസിറ്റാമോള്. പിന്നെ ഒരു ബ്ലേഡ് ഉണ്ട്. പിന്നെ ഒരു പ്ലക്കർ ഉണ്ട്. പ്ലക്കർ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ സീസറുണ്ട്. വലുതുണ്ട്, ഞാൻ ചെറുത് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. വലുത് പുറത്തിരിക്കും. പിന്നെ ഒരു അയമോദകം ഗുളിക, കുട്ടികൾക്ക് വായി ഗ്യാസിന്റെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു മൾട്ടി വിറ്റമിൻ ഉണ്ട്. ഒരു സിറപ്പാണ് അത് കൊടുക്കുന്നത്, ഡെയിലി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നൈസില് നമ്മൾ ചൂടിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഡെറ്റോളും ഫിനൈലൊക്കെ പുറത്ത്. അടുത്ത അജിത കേട്ടോ. അജിത. ഗുഡ് മോർണിംഗ് മിസ്. പ്രസന്റ് ചെയ്തോട്ടാടാ. ക്യാമറ ഓൺ ചെയ്തിട്ട് റൊട്ടേഷൻ കൊടുത്താൽ മതി. ക്യാമറ ഓൺ ആക്കുക, എന്നിട്ട് റൊട്ടേഷൻ ആക്കുക കേട്ടോ. അജിത. ഉണ്ട് മിസ്സേ. ഓക്കേടാ. ശരി. സെയിം ചെയ്യുമ്പോ ചിലര് ലോക്കൗട്ട് ഇതായി പോകാറുണ്ട്. അത് ഓൺ ആക്കാൻ പറ്റും. ക്യാമറ ഓൺ ആക്കി അതേപോലെ ഓൺ ആക്കി. എന്നിട്ട് ടോപ്പില് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട് റൊട്ടേഷന്റെ. ആരോ മാർക്ക് ഇത് റേഞ്ചിന്റെ പ്രശ്നമാണ്. ഓക്കേടാ. ഇതാണ്ട് സിസറുണ്ട്. ബാൻഡേജ്, ഡെറ്റോള്, അതുപോലെ പഞ്ഞി, പിന്നെ അതിന്റെ കോട്ടൺ തുണി ഉണ്ടല്ലോ അത്. പിന്നെ ഇത് മറ്റേ നമ്മുടെ പിന്നെ എന്തുവാ പാദത്തിലൊക്കെ ക്രാക്കേഴ്സ് വരത്തില്ല മിസ്സേ, അതിന്റെ ഒരു ഓയിൽമെന്റ്. പിന്നെ ഇത് കൈവേദന ശരീരവേദനക്കൊക്കെ ഇടുന്ന ഒരു ഓയിൽമെന്റ്. പിന്നെ വാസ്ലിൻ ഉണ്ട്. പിന്നെ പാരസെറ്റമോള് ഹോസ്പിറ്റലില്. റേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ. നെക്സ്റ്റ് മേഘന കേട്ടോ.
ഓക്കെ മാം. മാം അത് ക്യാമറ ടോപ്പിലുള്ളതാ? ക്യാമറ ഓൺ ആക്കുകയാണ്. നമ്മളുടെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ ടോപ്പിൽ ആരോ മാർക്ക് വരും റൊട്ടേഷനിൽ. വന്നിട്ടുണ്ടോ മുകളിലൊരു ഇല്ല മിസ്സേ. ടോപ്പിലായിട്ടിടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ മിസ്സേ? കാണാടാ. ഓക്കെ പറയാം. ഇത് സോൾട്ട് മാം. ആ. ഇത് ബാം കാണുന്നുണ്ടോ? ആ. ഇത് സിസർ. ഓക്കേടാ. ഇത് പാൽക്കായ അല്ലേ പിള്ളേർക്ക് ചെറിയ മക്കൾക്ക് ഇത് വരുമ്പോ കൊടുക്കുന്ന. ആ. ഇത് സേഫ്റ്റി പിൻ. ഓക്കെ. ഇത് നീഡൽ. ആ. ഇത് ഗ്യാസിലിൻ സിറപ്പാ മാം. ഓക്കേടാ. ഇത് പിള്ളേർക്ക് കഫ് ഒക്കെ വരുമ്പോ കൊടുക്കുന്ന. ആ. ഇത് മുറുവെണ്ണ മാം. ആ. ഇത് ഒരു ലോഷൻ സ്കിന്നിന്റെ ഒരു ഇത്. ആ. ഇത് ക്രാക്ക് ക്രീം. ആ. ഇത് നാസൽ റോപ്പ്. ഓക്കേടാ. ഇത് ഒരു ഇത് സ്കിന്നിന്റെ ഒരു വെള്ള ഒരു ഇത് വരില്ല മിസ്സേ, അതിന്റെ ഒരു ഓയിൽമെന്റ്. ഓക്കെ മാം, താങ്ക് യു. മേഘന പേടിച്ചാ? ഇല്ല മിസ്സേ, കൈ വരയ്ക്കും അത് പെട്ടെന്ന്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താണ്. നാളെ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പൊ അത് എടുക്കാൻ പറ്റണമെങ്കില് ഇതേപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. ഒരെണ്ണം കൂടെ മറന്നുപോയി, ബ്ലേഡ്. ഓക്കെ ഓക്കേടാ. മിസ്സേ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായി കട്ടായി പോയതാണ്. ഓക്കേടാ. കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഒരു മുറിവിന്റെ ഇടുന്ന ഒരു ഓയിൽമെന്റ്. ഓക്കേടാ. എന്നാ അടുത്ത ആളെ വിളിക്കാം. റീജ. Yes, ma'am. ഓക്കേടാ. പിൻ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് മാം. റെഡി മാം. ഇത് മാം കോട്ടൺ ഉണ്ട്, പിന്നെ സിസർ ഉണ്ട്, പിന്നെ പാരസെറ്റമോളിന്റെ പീഡിയാട്രിക് സിറപ്പ് ഉണ്ട്, പിന്നെ ഒരു ഡോളോ ഉണ്ട്, പിന്നെ ബാൻഡേജ് ഉണ്ട്, പിന്നെ മാം പ്ലക്കർ ഉണ്ട്, ബഡ്സ് ഉണ്ട്, പിന്നെ ഇത് ഓയിൽമെന്റ് ആണ്, എന്തെങ്കിലുമൊക്കെ ക്ലീനൊക്കെ വരുന്നതിന് തേക്കുന്നത്. പിന്നെ ഇത് സാധാരണ വിക്സ്, പിന്നെ മുറിവെണ്ണയുണ്ട്, പിന്നെ കലാമിൻ ലോഷൻ ഉണ്ട്, പിന്നെ ഇത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒക്കെ അടിക്കുന്ന ഒരു സ്പ്രേ ആണ്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു ബൺ കെയറിൻ്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട്, പിന്നെ ഒരു പൗഡർ ഉണ്ട്, മുറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇടാനുള്ള ഒരു പൗഡർ ഉണ്ട്, പിന്നെ അതിലൊരു വിക്സ്, സാധാരണ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വിക്സ് ഉണ്ട്, പിന്നെ ഇതൊരു ബാൻഡേജ് ടൈപ്പ് ഉണ്ട് സാധനം. പിന്നെ മാം ഇത് ഫീവറൊക്കെ നോക്കുന്ന നോർമൽ ഫീവർ ഓക്കെ സാധനം. പിന്നെ നമ്മൾ കാലിനൊക്കെ വേദനയൊക്കെ വരുമ്പോൾ കെട്ടുന്ന ബാൻഡേജ് ടൈപ്പ് അതൊന്നുണ്ട്. ഓക്കെ മാം. പിന്നെ ഡെറ്റോള് ഏകദേശം തീർന്നു, എന്നാലും കുറച്ചുണ്ട്.
പിന്നെ ഇത് ടിഷ്യൂ ഉണ്ട്, പിന്നെ മാം ഇത് നമ്മൾ ഷുഗറൊക്കെ ഇപ്പം ഇവിടെ അച്ഛനുണ്ട്, ഷുഗറൊക്കെ ഒന്ന് പെട്ടെന്ന് ഹൈ ആവുകയാണെങ്കിൽ അത് അത്യാവശ്യം നോക്കാനുള്ള ഒരു എക്യുപ്മെൻ്റ് ഇതുണ്ട്. പിന്നെ ഇത് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന, പ്രഷർ നോക്കുന്ന, അത്യാവശ്യം എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അത് ആ സംഭവം ഉണ്ട്. കഴിഞ്ഞു മാം. ഓക്കെ. റീജയുടെ കാര്യത്തിൽ ബാക്കിയുള്ളവരിൽ നിന്നൊരു ഇത്തിരി വ്യത്യാസമുണ്ട്. കാരണം തെർമോമീറ്റർ ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഓരോരുത്തരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അത് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇയാളുടെ മാത്രം കണ്ടുള്ളൂ. ബാക്കി ഏകദേശം കുഴപ്പമില്ല. ഇനി സാനിറ്റൈസർ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എല്ലാവരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലും. സാനിറ്റൈസർ ഉണ്ട് മാം, അത് എടുത്തിട്ടില്ല, സാധനം എടുത്തിട്ടില്ല എന്നുള്ളത്. അത് കോമൺ ഉണ്ട്, അത് നമ്മൾ വാഷ് ഏരിയയിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ എൻട്രി സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, കയറുന്ന ഭാഗത്ത്. ഓക്കെ മാം, താങ്ക് യു. ഇനി വേറെ ഓക്കെ. മോന്റെ പേരെന്താണ്? വിജയലക്ഷ്മി. ഹലോ. ഹലോ മാം, ഞാനും ഒന്ന് കാണിക്കാം. ശരിയാവോന്ന് അറിയണില്ല കേട്ടാ, ഫോൺ പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഇതില് കുറച്ച് സാധനങ്ങള്, മരുന്നുകള്, പാരസെറ്റമോള്, വിക്സ്, റൂമാറബുണ്ട്, പിന്നെ സോഫ്രാമൈസിൻ വെച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി ക്യാമറ റൊട്ടേറ്റ് ചെയ്യോ? എന്താ? ക്യാമറ റൊട്ടേറ്റ് ചെയ്യോ? മുകളിലായിട്ടൊരു ആരോ മാർക്ക് ഉണ്ട്, നമുക്ക് ഇമേജ് കാണാം. കാണുന്നുണ്ടോ? ബാൻഡേഡുകളുണ്ട്, സോഫ്രാമൈസിൻ വെച്ചിട്ടുണ്ട്, പാരസെറ്റമോള് കഴിയാറായി. പിന്നെ ഇത് ധന്വന്തരം ഗുളികയും, അത് ആയുർവേദം കൂടുതൽ ചെയ്യണതാണ്, അപ്പൊ അതിന് നല്ലതാ ആയുർവേദം പലതിനും. ധന്വന്തരം ഉണ്ട്, ഇതും പിന്നെ ചുമയ്ക്കും ഒക്കെ ഉള്ളതാണ് ആയുർവേദം. പിന്നെ സിസറ്, അതുപോലെ ഇത് സിറപ്പ്, കഫ് സിറപ്പ്, അതുപോലെ തന്നെ തേൻ എല്ലാറ്റിനും ഉപയോഗിക്കാറുണ്ട്, ഒരുവിധം എല്ലാറ്റിനും നല്ലതാ. പൊള്ളലിലും തേക്കാൻ നല്ലതാ തേൻ. പിന്നെ കഫിന്റെ കാര്യത്തിനും എല്ലാറ്റിനും നല്ലതാ. ഇടയ്ക്കൊക്കെ ഡെയിലി 1 സ്പൂൺ കഴിക്കണത് നല്ലതാ. പിന്നെ ഇത് മുറിവെണ്ണ, പിന്നെ അതുപോലെ കുട്ടികൾക്കായാലും നിറയില് തേക്കാൻ രാസനാദി ചൂർണം, എല്ലാവർക്കും തേക്കാം ജലദോഷം വരാണ്ടിരിക്കാൻ. അതുപോലെ ഉള്ളതാണ് അഷ്ടചൂർണം, കാണുന്നുണ്ടോന്ന് അറിയില്ല. അതും അഷ്ടചൂർണവും, ഗ്യാസ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം, 1 സ്പൂൺ ചൂടുവെള്ളത്തിൽ കഴിക്കണത് നല്ലതാ. അത് പിന്നെ ഡെറ്റോളൊക്കെ സ്ഥിരം ഉണ്ട്. സാനിറ്റൈസർ ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വെച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ബാക്കി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് എന്താ ഡിസ്കസ് ചെയ്ത്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് ഇപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് ടൈം പോലെ അവസരം തരുന്നതായിരിക്കും. നമ്മൾ പോർഷനിലേക്ക് വരാണ്. ലാസ്റ്റ് നമ്മള് ഫസ്റ്റ് എയ്ഡ് സ്നേക്ക് ബീറ്റിംഗ് ആണോ, സ്നേക്ക് ബൈറ്റ് ആണോ പറഞ്ഞത്? ഇനി എടുക്കാനുള്ളത് അതാണ്. അല്ലേ? സ്നേക്ക് ബൈറ്റ് പറഞ്ഞു സർ. പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടെ പറഞ്ഞു തരാന്ന് പറഞ്ഞായിരുന്നു ഈ ക്ലാസ്സിൽ. ക്ലാസ്സിലാണ്. ഇമേജ് ഞാൻ കാണിച്ചു തന്നിരുന്നോ? കാണിച്ചു ടീച്ചർ കാണിച്ചു തന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ പറഞ്ഞു തന്നു. വിഷമുള്ള പാമ്പ് കടിച്ചാലും വിഷമില്ലാത്ത പാമ്പ് കടിച്ചാലുള്ള വ്യത്യാസം പറഞ്ഞു തന്നു.
1 minute കേട്ടോ. നമ്മളെ ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും നോൺ പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇമേജ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ കടിയേറ്റിനെ എന്ന് നോക്കണം. അപ്പോ നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ ജസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് പറയില്ല, പക്ഷെ എന്നാലും പോയിസണസ് സ്നേക്കിന്റെ അത്രയും ഇതല്ല. നമുക്ക് ഈ ബീറ്റ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് സ്നേക്ക് ആണ്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ വിഷമില്ലാത്ത പാമ്പാണോ കടിച്ചതിനുള്ളത്. ഓക്കെ, ഇനി പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ ഭൂരിഭാഗം സ്നേക്ക് പോയിസണസ് സ്നേക്ക് അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തല്ലോ. ആരായിരുന്നു അത്? ദിവ്യ. ഞാനാണ്, സിമിയാണ് മിസ്. ആയിരുന്നു അല്ലേ? ഓക്കെ, അത് പോയിസണസ് സ്നേക്ക് അല്ലാത്തതുകൊണ്ട് ഭാഗ്യമാണ്. പക്ഷെ നമ്മളത് നിസ്സാരെന്ന് വിചാരിക്കരുത് കേട്ടാ. കാരണം ഞാനും പോയിസണസ് സ്നേക്ക് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് മടി കൊണ്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് പറയാതിരുന്നു. അത് കുറച്ച് നമ്മൾ ആ ഒരു കുറച്ച് ടൈമിലേ നമുക്ക് കോൺഷ്യസ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ അൺകോൺഷ്യസ് ആവും. എത്രയും നമ്മൾ ആ ഒരു അവേഴ്സ്, നമ്മളിപ്പോ ഒരു സ്നേക്ക് ബീറ്റ് ചെയ്ത് ഫസ്റ്റ് അവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ചാപ്റ്റർ ഇനി നോക്കാനുള്ളത് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ്. എല്ലാ സ്നേക്കും പോയിസണസ് അല്ല. പക്ഷെ ചിലവര് പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിലേ, ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ഒരുപാട് നാൾക്ക് മുമ്പ് ഒരു ന്യൂസ് വായിച്ചാണ്. പാമ്പ് കടി ഏറ്റ ആള് എന്താണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ ന്യൂസ്. ഞാൻ പാമ്പ് കടി ഏറ്റ ആള് അങ്ങനെ വായിച്ചു വന്നപ്പോ എന്താണ്, ആ കടിച്ച പാമ്പ് പോയിസണസ് സ്നേക്ക് അല്ല. പക്ഷെ അയാൾക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. പേടിച്ചപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ മരണപ്പെട്ടിരിക്കുന്നത്. ടെൻഷൻ വന്നപ്പോഴേ, ആ ഒരു പാമ്പ് കടിയേറ്റല്ലോ എന്നുള്ള ടെൻഷൻ, ആ ഷോക്കിൽ നിന്ന് ആൾ റിക്കവർ ആയില്ല. പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കൂടി അങ്ങനെ എന്തോ ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പൊ എല്ലാ പാമ്പുകളും എങ്ങനെയല്ല, പോയിസണസ് അല്ല. നമ്മൾ കടിച്ച പാമ്പ് ഏതാന്ന് നോക്കണം. പോയിസണസ് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ്, ബട്ട് ഈവൻ ദർ ബൈറ്റ് ബ്രിങ് അബൌട്ട് ഡിമിനിസ് ഓഫ് അക്കൗണ്ട് ഓഫ് ഷോക്ക്. നമ്മൾ എല്ലാ പാമ്പും പോയിസൺസ് അല്ല, പക്ഷെ നമ്മൾ ചില പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിക്കുന്നില്ല. പാമ്പെന്ന് കേൾക്കാൻ തന്നെ പേടിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എനിക്ക് തോന്നുന്നു സിനിമ പോലെ അത്ര ധൈര്യമുള്ളവരൊക്കെ നിൽക്കും. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് പാമ്പ് കേട്ട് കഴിഞ്ഞാല്. ആ കൂട്ടത്തിലല്ലേ ബാക്കിയുള്ളവരൊക്കെ? ഭയങ്കര പേടിയാണ്. ഓക്കേടാ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ജീവനോട് ഭയങ്കര പേടിയാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ പാമ്പ് കടി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് പറയുന്നത്. ബാൻഡേജ് ഷുഡ് ബി യൂസ്ഡ് ടൈറ്റ്ലി എബോവ് ആൻഡ് ബിലോ ദ ഇഞ്ചുറി. നമുക്ക് ഇവിടെയാണ് പാമ്പ് കടി ഏറ്റെങ്കിൽ ഇവിടെ ബിലോ എബോവ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ബാൻഡേജ് ചെയ്യാം, നല്ല രീതിയിൽ മുറുക്കി കെട്ടാം. ഓക്കെ, ഇനി ഇപ്പം ഞാൻ കാര്യം പറയാം. എന്താണ് പോയിസണസ് സ്നേക്ക് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മതി ബാൻഡേജ് കെട്ടാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നോൺ പോയിസണസ് സ്നേക്ക് ആണ്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോ എന്താണ്, പോയിസണസ് സ്നേക്കിന്റെ ഫസ്റ്റ് എയ്ഡാ കൊടുത്തത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാൻഡേജ് ടൈറ്റ്ലി കെട്ടി. അപ്പോഴേക്കും നീരൊക്കെ കൂടാ, ആ സൈഡിൽ നല്ല നീരൊക്കെ വെക്കും, പെട്ടെന്ന് നീര് വെക്കും. ചിലപ്പോ അങ്ങനെയുള്ള രക്തോട്ടം, ബാക്കിയുള്ള പാർട്സിലേക്കുള്ള രക്തോട്ടം നഷ്ടപ്പെട്ട് നിലയ്ക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നോക്കണം ഏത് ടൈപ്പ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്തത്, പോയിസണസ് ആണോ നോൺ പോയിസണസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. The injury must be enlarged with clean and sharp-edged knives. This helps the poison blood to flow out. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ പറയാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു എന്ത് സംഭവിച്ചു, പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു കടിയേറ്റ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് നല്ല ഷാർപ്പ് എഡ്ജിലായിട്ടുള്ള മൂർച്ചയുള്ള നൈഫ് വെച്ച് എന്ത് ചെയ്യണം, ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യണം, പുറത്തോട്ട് കളയണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നോൺ പോയിസണസ് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തതെന്ന് വിചാരിക്കും. നോൺ പോയിസണസ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്ത് ഇതേപോലെ ബ്ലഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് ഒക്കെ വെച്ച് കട്ട് ചെയ്ത് ഫ്ലോ ചെയ്യാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയി മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ? കോമൺ ആയിട്ടൊന്ന് ചിന്തിക്കുക. അപ്പോ നമുക്ക് അത്രയും അറിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും വെയിനോ നമ്മുടെ ആർട്ടറിക്കോ
എന്തെങ്കിലും മുറിവ് സംഭവിക്കും, അതിലൂടെയും ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പോയിസണസ് സ്നേക്ക് കഴിച്ചുകൊണ്ടല്ല, ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തോണ്ട് ആൾ മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. പാമ്പ് കടി ആയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇഞ്ചുറി ഒബ്സർവ് ചെയ്യാം. ഏത് ടൈപ്പാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്, 2 ഷാർപ്പ് അടിച്ചാണോ, 2 ഷാർപ്പ് ആയിട്ടുള്ളതാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് പല്ലുകൾ വന്നിട്ടുണ്ടോ, അതിൽ നോക്കണം. ഒരുപാട് പല്ല് വന്നിട്ടുണ്ടെങ്കിൽ ആ തുമ്പത്തുള്ള പല്ല് ഷാർപ്പ് ആയിട്ടുള്ളതാണോ. അപ്പൊ ഷാർപ്പ് ആയിട്ടുള്ളതാണെങ്കിൽ പോയിസണസ് സ്നേക്ക് ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാം. ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാൻഡേജ് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് ആളെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കാം. The patient should not be left to go sleep. നമുക്കറിയാം പാമ്പ് കടി ആള് ഉറങ്ങി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കാരണം എന്താണ്, ആള് അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാല് നമ്മളുടെ ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് ആ പോയിസൺ അതിന്റെ പെട്ടെന്ന് ബോഡി റിലാക്സ് ആവല്ലേ, അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോയിസൺ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ പല പാർട്സിലേക്കും എന്ത് ചെയ്യാൻ വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങാനായിട്ട് സമ്മതിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മുമ്പിൽ ഒരാള് പാമ്പ് കടി ഏറ്റ്, ഞാൻ എന്ത് ചെയ്തു, അവിടെ ഉള്ളൊരു കയറ് വെച്ചിട്ട് ആളുടെ കാലിന് നല്ല രീതിയിൽ മുകളിൽ താഴെ നല്ല രീതിയിൽ ഷാർപ്പായിട്ട് കെട്ടി. അപ്പൊ ആള് അൺകോൺഷ്യസ് ആവേണമെന്ന് എനിക്ക് തോന്നുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കവളത്ത് നല്ല അടി കൊടുക്കും. നല്ല രീതിയിൽ എന്ത് ചെയ്യും, കവളത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. അൺകോൺഷ്യസ് ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, കവളത്ത് അടിക്കാം. ചില നമ്മുടെ മുഖത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താവില്ല, ഉറങ്ങാനുള്ള ചാൻസ് കുറവാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഉറക്കം വരില്ല. ഓക്കെ, ഉറങ്ങാനുള്ള ചാൻസ് കുറവാണ്, തീരെ കുറവാണ്. അപ്പൊ നമ്മൾ അൺകോൺഷ്യസ് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്നേക്ക് ബീറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ ഒബ്സർവ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് പാമ്പാണ് നമ്മളെ കടിച്ചിരിക്കുന്നത് നോക്കാം. ഇനിയിപ്പോ ചിലപ്പോ എല്ലാ പാമ്പിന്റെയും ഇതേപോലെ തന്നെ ഇമേജ് കാണണമെന്നില്ല. അങ്ങനെ നമുക്കൊരു സംശയം തോന്നാറുണ്ട്, പോയിസൺസ് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയിസണസ് സ്നേക്കിന് കൊടുക്കണം അതേ ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കുക. മുകളിൽ താഴെ നല്ല രീതിയിൽ മുറുക്കി എന്ത് ചെയ്യുക, ബാൻഡേജ് ചെയ്യുക. ദെൻ ആ പേഷ്യന്റ് ഉറങ്ങാൻ സമ്മതിക്കാതെ അപ്പൊ തന്നെ നമ്മുടെ അടുത്തുള്ള ഈ സ്നേക്ക് എന്താ പറയാ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ എന്താ പറയാ സ്നേക്ക് ബീറ്റിന് ട്രീറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആന്റിവെനം ഉണ്ടാവണമെന്നില്ല. അപ്പൊ എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ആന്റിവെനം ഉള്ളത്. ആ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് ഒക്കെ നമ്മുടെ ഹെൽത്ത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാം. സോ നമ്മളുടെ സ്കൂളുകളിൽ ഇങ്ങനെ ഇൻസിഡന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഇതേപോലത്തെ നമുക്കറിയാൻ പറ്റില്ല എവിടെയാണ് ഈ ജീവി ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഐറ്റങ്ങൾ വിചാരിക്കുന്ന അവർക്ക് എന്തെങ്കിലും ദോഷകരമായിട്ട് വരുന്ന ജീവിയാണെന്ന് വിചാരിച്ചിട്ടേക്ക് നമ്മൾ ഉപദ്രവിക്കുന്നത്. അപ്പൊ മാക്സിമം എപ്പോ വേണമെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണ് ആന്റിവെനത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് എവിടെയാണ് ആന്റിവെനത്തിന്റെ ഹോസ്പിറ്റൽ എന്ന് സെർച്ച് ചെയ്ത് വെക്കാം. അപ്പോ ഞങ്ങൾ ഇവിടെ പറവൂരാണ്. എറണാകുളത്ത് കുറച്ച് ഹോസ്പിറ്റൽ ലിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ട്. അപ്പൊ അതില് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ പറവൂര് താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തെന്ന് പറയുന്നത് എന്താണ് പറവൂര് താലൂക്ക് ഹോസ്പിറ്റലാണ്. സോ അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എങ്ങാനും ഒരു പേഷ്യന്റ് നമ്മളുടെ നമുക്കിങ്ങനെ ഒരു പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വേഗം ആ പേഷ്യന്റിനെ കൊണ്ട് എവിടേക്ക് ചെല്ലണം, ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് കിട്ടും എന്ന് ഞാൻ നോക്കി വെക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോ സ്നേക്ക് ബീറ്റിങ്ങിന്റെ കാര്യം പറയാം. ഞാൻ എന്റെ ലൈഫിൽ വന്നൊരു ഇൻസിഡന്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ പറയാട്ടോ. ഞാൻ ചെറുപ്പത്തില് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എന്റെ താഴെ എന്റെ അനിയത്തിയാണ്. അവള് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ഒരു കുട്ടിയുടെ അനിയൻ എന്റെ അനിയത്തിയുടെ ക്ലാസ്സിലുണ്ട്. ചെറിയ കൊച്ചാണ്, ജിഷ്ണു എന്നാണ് അവന്റെ പേര് കേട്ടോ. അപ്പൊ ഇവനും ഇവന്റെ ചേട്ടനും ഞങ്ങൾക്ക് പരിചയമുണ്ട്. കാരണം അനിയന്റെ ക്ലാസ്സിലാണല്ലോ, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുമാണ്. അപ്പൊ ഞങ്ങൾ ഇന്റർവെല്ലിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ടോ അത് സംസാരിക്കാറൊക്കെ ഉണ്ട്. സോ ഒരു ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പാടമാണ്, ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു പാടമുണ്ട്.
ഈ പാടം കവർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് പോകാൻ, മാർക്കറ്റിന്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട്. അപ്പം ഇവര് പിള്ളേര് അവിടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാടത്തെ കൂടി ഇങ്ങനെ നടുക്കേ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ അതിൽ കൂടെ അത് നടക്കാറില്ല. രാത്രി ഇരുട്ടായി കഴിഞ്ഞാല് പകലൊക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പം ഇത് ഈ പിള്ളേർ എന്ത് ചെയ്തു, വേഗം എത്തോടാന്ന് വിചാരിച്ചിട്ട് ഈ പറമ്പിൽ കൂടെ ചേട്ടൻ സൈക്കിളുമേയിരുന്നു, അനിയൻ നടന്നു. സൈക്കിളുമേയും അനിയൻ നടന്നുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ അനിയൻ പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു എന്തോ എന്നെ കടിച്ച പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഇരുട്ടായിരുന്നു, ഇരുട്ട് വീഴുന്ന സമയം, ഒരു 6 മണിക്ക് ആയ സമയമാണ്. അപ്പൊ മനസ്സിലായില്ല അവർക്ക് ഇരുട്ടാണ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരുപാട് കാലം മുമ്പത്തെ കാര്യം ഞാൻ പറയണേ. അപ്പൊ അവന്റെ കാലമ്മ എന്തോ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വിചാരിച്ചു എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അവരങ്ങോട്ട് നടന്നു പോയിട്ടാ. അത് കഴിഞ്ഞ് ഈ സംഭവം നടക്കുന്ന ഒരു 6:15 ആയ സമയത്താണ് അവൻ അവിടെ അടുത്ത് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട് എന്ന് പറയണത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്, മാർക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. കുറച്ച് എല്ലാവരും കൂടി വൈകുന്നേരം ആവുമ്പോൾ അവിടെ വിളിച്ചന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് അവരവിടെ നടന്നങ്ങോട്ട് പോയി. അപ്പൊ ചേട്ടനോട് പറഞ്ഞു എന്തോ എന്നെ കടിച്ചെങ്കിൽ വേദന എടുക്കുന്നുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ കളിക്കാൻ പോയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല, അച്ഛനും അമ്മ അറിഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചീത്ത വഴക്ക് പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിള്ളേർ പേടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോഴും ഈ കാര്യം പറഞ്ഞില്ല. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അനിയന് തീരെ വയ്യാണ്ടായി. തീരെ വയ്യാണ്ടെന്ന് വെച്ചാൽ ഒരു കാലുമൊക്കെ ഇങ്ങനെ നീല നിറം കാണാനായിട്ട് തുടങ്ങി. അപ്പൊ മൂന്നാള് പറഞ്ഞു ഇന്നതാണ് അവനെന്തോ പാടത്ത് വെച്ച് കടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ അച്ഛനും അമ്മയും കൂടി ഇവനെയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു പാമ്പായിരുന്നു. ഓക്കെ, പാമ്പായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇന്ന് പാമ്പ് കടിച്ച പിറ്റേ ദിവസം ആയപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും ആള് എന്ത് ചെയ്തു, മരണപ്പെട്ടു കേട്ടോ. അവന്റെ അച്ഛനോട് അവൻ പറഞ്ഞു എനിക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് ദാഹിക്കണ്, അച്ഛൻ ഈ കരിക്കും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി കരിക്ക് വെള്ളം കൊടുക്കാനായിട്ട് നിന്നപ്പോഴേക്കും അവൻ പോയി. അപ്പം അതൊരു ഇൻസിഡന്റ് ആണ്. കാരണം അന്ന് ആ സമയത്ത് ഇവന്മാര് ഈ ക്രോസ് ചെയ്ത് വന്ന സമയത്ത് അവിടെ വെളിച്ചന്മാരും ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരോട് ആരെങ്കിലോടും ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു, ഇത് ഇന്നതാണ് കാരണം എന്തോ കടിച്ചു, പാടത്തുനിന്ന് കടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവർക്കറിയാം, മുതിർന്നവർക്കാണ്. അപ്പം മുതിർന്നവർക്ക് അറിയാൻ പറ്റും അത് പാമ്പാണ്. കാരണം ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് പാടത്ത് നല്ല പാമ്പുകളുണ്ട്. അപ്പൊ അത് അവർ ആ സമയത്ത് കണ്ടിരുന്നെങ്കിൽ അവരെന്തായാലും ഫസ്റ്റ് എയ്ഡ് കൊടുത്താനെ. എന്തെങ്കിലും ഒരു കയറെങ്കിലും വെച്ച് കെട്ടി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പ് എടുത്താൻ അവര്. അപ്പൊ ട്രീറ്റ്മെന്റ് വൈകിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ ഇത്രയൊക്കെ പ്രായത്തിൽ അവനിപ്പോ എന്താ പറയാ നല്ല ജോലിയൊക്കെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു കൊച്ചാണ്. 24 വയസ്സൊക്കെ ആവണ്ടാണ്. പക്ഷെ അവന് ആ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. കാരണം കടിച്ച പാമ്പ് പറഞ്ഞത് രക്താണലി എന്നാ പറഞ്ഞത്. ചെറിയ പാമ്പാണ്, നമുക്ക് കാണാൻ അത്ര വലിയ പാമ്പൊന്നുമല്ല. അതുകൊണ്ടാണ് അവന്മാരെ നോക്കിയപ്പോ പാമ്പിനെ കാണാഞ്ഞത്. അപ്പൊ ചേട്ടന് ഭയങ്കര വിഷമം വരുന്നു. അവൻ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. പക്ഷെ അനിയൻ മരിച്ചതിന് ശേഷം അവൻ ഭയങ്കരമായിട്ട് എന്താ പറയാ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാണ്ടായി. കാരണം അവന്റെ ഒരു കുറ്റബോധമായിരിക്കണം. കാരണം അനിയൻ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ കാരണമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. കുറെ നാളത്തേക്ക് ആരോട് തീർത്ത് സംസാരിക്കാവൊന്നുമില്ല. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കാലം മാറ്റാത്ത എന്താ പറയാ വിഷമങ്ങൾ ഉണ്ടാവില്ലല്ലോ, അതേപോലെ അവര് വിഷമം ഉണ്ടാവും. കാരണം അമ്മയ്ക്ക് അച്ഛനൊക്കെ എന്തോരം വിഷമം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. കാരണം ഇവന്റെ മരിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വെച്ച് പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിന്റെ അടുത്ത് തന്നെ വീട്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം വൈകുന്നേരം ഞങ്ങളുടെ അടുത്തൊക്കെ ഇത് കുർബനാണ്, തലയൊക്കെ പിടിച്ച് പോയ ചെക്കനാ. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണം, എല്ലാ പാമ്പ് കടിയും സിമ്പിൾ ആയിട്ട് നമ്മൾ വിചാരിക്കരുത്. പോയിസണസ് ആയിട്ടുള്ള സ്നേക്കുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ കോൺഷ്യസ് ആയിട്ട് നിൽക്കാം. അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മളിപ്പോ കുട്ടികൾ എന്തോ കടിച്ചു എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. എന്താണ് കാലുമ കടിച്ചത്, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നോക്കാം. എന്തോന്നാ കടിച്ചത് നോക്കാം. അപ്പം ഇവന്മാര് വാഷ് ചെയ്യാതെ എന്താ പറയാ ചെളി കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോ കറക്റ്റ് ആയിട്ട് അവർക്ക് അറിഞ്ഞൂടാ. കഴുകിയിട്ട് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ കുത്തിയതിന്റെ അടയാളങ്ങളും കണ്ടാനെ. പക്ഷെ ശ്രദ്ധിച്ചില്ല.
അങ്ങനെയാണ്. ആ ഒരു നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ്. ആ ഗോൾഡൻ അവേഴ്സ് ആണ്. ആക്സിഡന്റ് പറ്റി ആ ഫസ്റ്റ് അവേഴ്സ് ആണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം. അപ്പോ ഇനി നിങ്ങളുടെ മുമ്പില് ഇനിയിപ്പോ നിങ്ങള് ക്ലാസ് ഒക്കെ കഴിഞ്ഞു പഠിച്ച് വർക്കിനൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ സ്നേക്ക് ബീറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രോണിങ് എന്തെന്നാ അറിയാവോ? വെള്ളത്തിൽ മുങ്ങി ബ്രീത്ത് കിട്ടാണ്ട് പോകുന്നു. ഓക്കെ, നമ്മള് ഇപ്പോഴല്ല മഴക്കാലത്ത് കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഇതാണ്. എന്താണ്? വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടുപോയി, കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് കുട്ടികൾ മരണപ്പെട്ടു. അപ്പോ ചിലപ്പോ ആ ഒരു ആളെ മുങ്ങി എന്താണ് പറയാ, വെള്ളത്തിന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. രക്ഷപ്പെടുത്തി കരക്കടുക്കുമ്പോ ആൾക്ക് ജീവൻ ഉണ്ടാവാം. ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്തായി പോവും? ആള് മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? ഒരാളെ വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാല് പിടിച്ചത് അവരെ വയറമുക്കി നമ്മള് വയറമുക്കി വെള്ളം പുറത്തോട്ട് കളയും. അതല്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ആളെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോ തന്നെ വയറ്റിലിങ്ങനെ അമർത്തുമ്പോ വായക്കൂടി ഇങ്ങനെ വെള്ളം വരുന്നത്. ഒരു കാരണവശാലും അങ്ങനെയല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. വെള്ളത്തിൽ പോയ മേപ്പോട്ട് പിടിച്ചിട്ട് ഒഴിഞ്ഞ് ചൂടാക്കി കൊടുക്കുക. കാലിന്റെ അടി, കയ്യിന്റെ അടി ഒക്കെ നല്ലപോലെ ചൂടാക്കി കൊടുക്കുക. ഓക്കേടാ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോ ഒരാൾ വെള്ളത്തിൽ പോയി എന്താണ് മൂക്ക് ഇതാക്കിയിട്ട് ശ്വാസം കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയാം. നമ്മളൊക്കെ തെറ്റിദ്ധാരണയാണ്. എന്താണ്? നമ്മൾ വെള്ളത്തിൽ പോയ ഒരാൾ കരക്കെടുക്കുമ്പോ വയറ്റിൽ ഞെക്കിയിട്ട് വെള്ളം പുറത്തേക്ക് കളയണമെന്ന്. അതൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വായക്കൂടി പോയിരിക്കുന്ന വെള്ളം എങ്ങനെയാണ് നമ്മുടെ വയറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ നമ്മൾ അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്ന രീതിയിൽ വയറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്ത് കളയുമ്പോൾ നേരത്തെ ലങ്സിൽ പോവാത്ത വെള്ളം ചിലപ്പോൾ വയറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ലങ്സിലേക്കൊക്കെ പോവാനും ലങ്സിലത് വെള്ളം കെട്ട് വരാനും അല്ലെങ്കിൽ ലങ്സ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലങ്സിൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആളുടെ വയറ്റിൽ ഞെക്കിയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യേണ്ടത്? വെള്ളം അകത്തേക്ക് പോയ വെള്ളം കളയേണ്ടത്. കുഞ്ഞു കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തീരെ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ തോളത്തിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊട്ടിക്കൊടുക്കും അല്ലേ? തോളത്തിട്ട് നമ്മളിങ്ങനെ കൊട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ എന്താണ് വെള്ളത്തിൽ പോയ ആളെ കമത്തിയിട്ട് പുറത്ത് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പ്രസ് ചെയ്യുക, പുറത്തടിക്കുക. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വെള്ളം കളയാനായിട്ട്. ഓക്കെ, വയറ്റിൽ പോയിക്കുന്ന വെള്ളം കളയാം. സാധാരണ കരയിലേക്ക് എടുക്കുമ്പോൾ കോൺഷ്യസ് ആണെങ്കിൽ ആളെന്ത് ചെയ്യുക? നമ്മൾ പുറത്ത് ഇങ്ങനെ അടിച്ച് വെള്ളം കളയാൻ നോക്കാം. തണവുണ്ടാവും. മാക്സിമം ചൂടുള്ള എന്തെങ്കിലും വസ്ത്രം ധരിപ്പിക്കുക, തണുത്ത വസ്ത്രം മാറ്റാം, അല്ലെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ബോട്ടിലാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വാം ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുങ്ങിപ്പോകുന്നത് പല സിറ്റുവേഷൻ ഉണ്ട്. ഓരോ സിറ്റുവേഷനാ പറയുന്നത് കേട്ടാ. ഇപ്പൊ അയാൾക്ക് കോൺഷ്യസ് ഉണ്ടായിരുന്നു, നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പ. പിന്നെ അടുത്ത കേസിൽ ആൾക്ക് എന്തില്ല? കോൺഷ്യസ് ഇല്ല. അപ്പൊ വെള്ളത്തിൽ നിന്ന് എടുത്ത സമയത്ത് എന്തില്ല? കോൺഷ്യസ് ഇല്ലാന്ന് മനസ്സിലായി. കോൺഷ്യസ് ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ നമ്മൾ നോക്കി എന്താണ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കി. ബ്രീത്ത് ചെയ്യണില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? കൃത്രിമ ശ്വാസം കൊടുക്കണം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. അതിങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചിട്ട് ശ്വാസം കൊടുക്കും. വായക്കൂടി നമ്മൾ എന്ത് ചെയ്യും? ശ്വാസം കൊടുക്കും. സോ അദ്ദേഹം കോൺഷ്യസ് ആവുകയാണെങ്കിൽ വീണ്ടും അയാൾ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതേപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി എന്താണ് വാമായിട്ടുള്ള ടവല് കൊടുക്കും. ദെൻ ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്തി ബാക്കില് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെള്ളം അതിലേക്ക് പോയ വെള്ളം കളയാൻ നോക്കും. ഇനി നമ്മള് വെള്ളത്തിൽ നിന്ന് എടുത്ത സമയത്ത് ആൾക്ക് എന്തില്ല? ബ്രീത്ത് ചെയ്യുന്നില്ല, പൾസും ഇല്ല. എന്തില്ല? പൾസ് ഇല്ല. പൾസ് ചെക്ക് ചെയ്യണ എവിടെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്? കയ്യിലും കഴുത്തിന്റെ ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പൾസ് കിട്ടും. കയ്യിൽ നോക്കിയപ്പോഴും പൾസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? CPR കൊടുക്കേണ്ടി വരും. എന്ത് കൊടുക്കേണ്ടി വരും? CPR കൊടുക്കേണ്ടി വരും. ഇങ്ങനെ CPR കൊടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ കൊടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൃദയസ്തംഭനം നടക്കൂലേ? അപ്പൊ
അപ്പൊ പെട്ടെന്ന് എന്താണ് ബോധക്ഷയം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കൊടുക്കുന്ന ഒരു വെള്ളത്തിൽ വീണിട്ട് ആളെ എടുത്തപ്പോ എന്തില്ല പൾസ് ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അടിയന്തര നടപടിയാണ് എന്ത് CPR എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറയുമ്പോ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പൾസ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി നമ്മുടെ ബാക്കിയുള്ള ബോഡിയിലേക്ക് എന്ത് പോകുന്നില്ല, ബാക്കിയുള്ള ബോഡിയിലെ ഓരോ ഓർഗൻസിലേക്കും ബ്ലഡ് എത്തുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സംഭവിച്ചു 5-8 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം എന്ത് ചെയ്യും, നിലയ്ക്കാനും ഈ അവസ്ഥ മസ്തിഷ്ക മരണം സംഭവിക്കും എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഡെത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തില് ചെയ്യുന്ന ഒരു മാർഗമാണ് എന്ത് CPR കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നിലച്ചുപോയ ഹൃദയം പുനരാരംഭിക്കാൻ CPR നമ്മളെ ഓക്കെ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, ഞാൻ ആ സ്പെല്ലിങ് ടൈപ്പ് ചെയ്തതാ കേട്ടോ. CPR നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഓക്കെ 1 മിനിറ്റ് കേട്ടോ. CTR അല്ലടാ, CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. എല്ലാവരും എഴുതിയ ശരിക്കും കേട്ടോ CPR. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യണല്ല, ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടല്ല CPR കൊടുക്കുന്നത്. തലച്ചോറിലേക്കുള്ള ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, CPR കൊടുക്കുന്നത്. CPR എപ്പോഴൊക്കെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, എപ്പോഴൊക്കെയാണ് ഹൃദയാഘാതം ഉണ്ടാവില്ലേ, ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴൊക്കെ നമ്മൾ CPR കൊടുക്കാറുണ്ട്. CPR നൽകിയ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 18 മുതൽ 70% വരെയാണ്. ഒരു പേഷ്യന്റിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ബോധക്ഷയം അൺകോൺഷ്യസ് ആയി, അല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ പോയിട്ട് അൺകോൺഷ്യസ് ആണ്, എന്ത് ചെയ്യാം, പൾസ് ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കൊടുക്കാണ്, CPR കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന് നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ബോധമുണ്ടെങ്കിൽ ധാരാളം വിശ്രമവും വെള്ളവും നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം. അബോധാവസ്ഥയിലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൾസ് അതിനെ പരിശോധിക്കുക. ഞാൻ പറഞ്ഞു നമ്മൾ എവിടെയാ പൾസ് പരിശോധിക്കണത്, ഇവിടെ പരിശോധിക്കാം ഓർ ഇവിടെ പരിശോധിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൾസ് ഇല്ല എന്നുള്ള ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് കൊടുക്കുക, CPR കൊടുക്കാം. ഹൃദയവുമായി ബന്ധപ്പെട്ട നെഞ്ചിന്റെ ഭാഗത്താണ് നമ്മൾ ഈ CPR കൊടുക്കുന്നത്. നമ്മൾ മൂക്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ, അതേപോലെ ഇവിടെ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഒരു ക്രോസ് വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സൈഡ് നമുക്ക് ഇപ്പോഴായാലും നമുക്ക് ഇങ്ങനെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ താഴ്ന്ന പോലെ തോന്നാനായിട്ട് പറ്റും. കൃത്യമായി പറഞ്ഞാൽ മൂക്കിന്റെ താഴത്തേക്കും നേർരേഖയും 2 നിപ്പിളും ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പികമായ ഒരു നേർരേഖയും സന്ധിക്കുന്ന നെഞ്ചിന്റെ കൃത്യം മധ്യഭാഗത്ത്, നമുക്ക് നെഞ്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള മധ്യഭാഗത്താണ് എന്ത് കൊടുക്കേണ്ടത്, CPR കൊടുക്കേണ്ടത്. ആദ്യത്തെ കൈയുടെ മുകളിൽ മറ്റൊരു കൈ വെക്കുക, വിരലുകൾ പരസ്പരം ബന്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ കൈ ഇങ്ങനെ വെക്കുക, നല്ല പ്രഷറിൽ എന്ത് ചെയ്യുക, ഈ ഇതില്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ശരിക്കും പ്രസ് ചെയ്യണം, വെക്കണം. 5 മുതൽ 7 സെന്റിമീറ്റർ താഴ്ചയിൽ അമർത്തേണ്ടത്. നമ്മുടെ ഹാർട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ 5 മുതൽ 6 സെന്റിമീറ്റർ വരെ അവിടെ കറക്റ്റ് ആയിട്ട് താഴും. നമ്മളിപ്പോ സാധാരണ ഒരു കൈവശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും താഴുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ 5 to 6 സെന്റിമീറ്റർ താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, CPR അമർത്താം. ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ CPR ചെയ്യുന്ന ശരീരത്തിന് 90 ഡിഗ്രിയിൽ വേണം നിൽക്കാനായിട്ട്. മിനിറ്റിൽ 100 മുതൽ 120 ഫ്രാക്ഷൻ തോതിൽ നെഞ്ചമർത്തുക. 100 to 120 എന്നുള്ള രീതിയിൽ അമർത്താം. 30 ഇങ്ങനെ അമർത്തണം. 30 തവണ അമർത്തിയതിനു ശേഷം വായിലൂടെ എന്ത് കൊടുക്കുക, കൃത്രിമ ശ്വാസം കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പൾസ് ഉണ്ടാവും ചെക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുക, CPR കൊടുക്കുക. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആൾ കോൺഷ്യസ് ആവുന്ന വരെ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ. ഇനിയിപ്പോ കുഞ്ഞി കുട്ടികൾ നമ്മൾ കേട്ടിട്ടില്ല, ബക്കറ്റിൽ വീണു, എന്താണ് പറയാ, വെള്ളം നിറച്ചു വെച്ച് ബക്കറ്റിലേക്ക് മറിഞ്ഞു വീണു, എന്താണ് പോയി എന്ത് പറ്റി, മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കുറെ പത്രങ്ങളിലും 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണാറില്ലേ.
എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ആ അമ്മമാർക്ക് അറിയാമായിരുന്നെങ്കിൽ ആ കൊച്ചിനെ എടുത്ത സമയത്ത് തന്നെ CPR കൊടുക്കാനായിട്ട് ആ അമ്മമാർക്ക് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്താണ് ഒരു പരിധി വരെയും ആ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ മുതിർന്നവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും എന്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ CPR കൊടുക്കാം. നമ്മൾ ഈ രണ്ട് വിരലില്ലേ, ഈ രണ്ട് വിരല വച്ചിട്ടാണ് നമ്മൾ CPR കൊടുക്കുന്നത്. അമർത്ത നല്ല രീതിയിൽ പ്രസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരയ്ക്കാം. ആ ക്ലോസ് ഉള്ള സ്ഥലത്ത് ഈ രണ്ട് വിരൽ വെച്ച് നല്ല രീതിയിൽ അമർത്താം, ശ്വാസം കൊടുക്കുക, വീണ്ടും അമർത്താം, ശ്വാസം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ കോൺഷ്യസ് ആക്കാനായിട്ട് പറ്റും. ഇനി ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ എങ്ങനെയാണ് എന്ത് കൊടുക്കുന്നത്, CPR കൊടുക്കുന്നതെന്നുള്ളത്, കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ എങ്ങനെയാണ് CPR കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. എന്ന് വെച്ചാല് നമുക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞാല് നമുക്ക് ആ CPR കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോ ഇതേപോലെ CPR കൊടുക്കുന്നത് ഒന്ന് നോക്കണം കേട്ടോ, എല്ലാവരും നോക്കൂലേ? കൊടുക്കാൻ പ്രാപ്തരായിരിക്കണം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് ഡമ്മി ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തലോണ ഉണ്ടായിരുന്നു. സോ തലോണേനെയാണ് CPR കൊടുത്തത്, ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ഏത് ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് വരാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. കാണൂലേ? അടുത്ത പോയിന്റ്, ബേൺസ് എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. സോ ഞാൻ CPR വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി ഡ്രോയിങ്ങിന്റെ കാര്യം പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്താണ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കംപ്ലീറ്റ് ആക്കാത്തവർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആക്കും, പ്രസന്റ് ചെയ്യും, ഇല്ലേ? മിസ്സേ, ഒരു കാര്യം, എന്റെ മോന് ഉണ്ടായൊരു സംഭവം ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ടാ. ചെറിയ കുട്ടികളുള്ളവർക്ക് മോന് പ്രസവിച്ച് കിടന്നൊരു 2 മാസമൊക്കെ ആയ സമയത്ത് സിങ്കോവിറ്റ് മരുന്ന്, തുള്ളി മരുന്ന് കൊടുക്കായിരുന്നു. അപ്പൊ തുള്ളി മരുന്ന് കൊടുക്കുമ്പോ അത് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങുമ്പോ കുട്ടിക്ക് അത് കഴിക്കാനായിട്ടുള്ള ഒരു വിമിഷ്ടം, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. 2-3 തുള്ളിയൊക്കെ സിറപ്പ് അങ്ങനെ കൊടുത്ത് പെട്ടെന്ന് കുട്ടി ശിരസിൽ കയറി, കണ്ണൊക്കെ അങ്ങനെ ബാക്കിലേക്ക് പോയി, അവന് ശ്വാസം എടുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള ഒരു സംഭവമായി. ഞങ്ങളെല്ലാവരും പേടിച്ചു, കണ്ണൊക്കെ തുറിച്ചു, കുട്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായി ശ്വാസം. അപ്പൊ തൊട്ടടുത്ത് എന്റെ വല്യച്ഛന്റെ മകള് ഒരു ഹെഡ് നേഴ്സാണ്. ഓടിപ്പോയിട്ട് ചേച്ചീനെ വിളിച്ചു കൊണ്ടുവന്നു. ചേച്ചി കുട്ടീനെ കയ്യിന്റെ അടിയിൽ കമത്തി കിടത്തിയിട്ട് പുറത്ത് നല്ലപോലെ തട്ടി. അതിനുശേഷം കുട്ടീനെ ചേച്ചിയുടെ ഒരു കയ്യിന്റെ ഇടയിൽ 2 കാലുകളും കോർത്തിട്ടിട്ട് കുട്ടീനെ 4-5 പ്രാവശ്യം ആട്ടി, തല കീഴ്പോട്ടാക്കിയിട്ട് ആട്ടി. അപ്പോഴാണ് ശരിക്കും ശ്വാസം ചുമച്ച കുട്ടി പെട്ടെന്ന് ചുമച്ചു, ശ്വാസം കിട്ടി കറക്റ്റായിട്ട്. അത് ശിരസി കയറിയതായിരുന്നോ? ശിരസി കയറി, കുട്ടിക്ക് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി. നമ്മൾ നോക്കിയിട്ടൊക്കെ കൊടുക്കാട്ടെ, കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. നമ്മള് മരുന്നൊക്കെ കൊടുക്കുമ്പോ വിമിഷ്ടം കാണിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുക്കാം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഡ്രോപ്സ് ചില കുട്ടികൾക്ക് ഇഷ്ടമല്ലായിരിക്കും. വൈറ്റമിൻ ഡിയുടെ അല്ലേടാ? വൈറ്റമിന്റെ സിങ്കോവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പാണ്. ഓക്കെ, അത് ചില കുട്ടികൾക്ക് ഫ്ലേവർ ഇഷ്ടാവുമ്പോ ചിലവർ കഴിക്കും. നോർമലി എന്റെ മൂത്ത ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇളയ ആള് കഴിക്കൂലായിരുന്നു. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോ അത് നിർബന്ധിച്ച് കൊടുക്കണ്ട, എപ്പോഴാണോ ഇഷ്ടാവുന്നത് അപ്പൊ കൊടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളത് കുറവായിരുന്നു, എന്നിട്ടും ഞങ്ങൾ സമയം പോലെ ഇങ്ങനെ പതുക്കെ കൊടുത്ത് ശീലിപ്പിച്ചത്. ഓക്കെ, നോക്കിയാ മതി. CPR കൊടുക്കണം, പഠിച്ചേക്കണം കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, ആര്യ പറഞ്ഞോടാ. Good morning, ma'am. Today class, Avarna ma'am. Thank you, ma'am. ഇന്ന് ക്ലാസ് എടുത്തത് സ്നേക്ക് ബീറ്റിംഗ് എങ്ങനെയാണ്, പാമ്പ് അടിച്ചാൽ എങ്ങനെയാണ് നമ്മളെ ഏക്കുന്നത്,
എന്നൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ നമ്മൾ CPR കൊടുക്കും, ഒരാൾ വെള്ളത്തിൽ വീണാലെടുത്ത് എങ്ങനെ CPR കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തത്. വളരെ നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണോട്ടെ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.